അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 3-ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിക്കപ്പെട്ട ലിസാനുൽ ഖുർആനിന്റെ 4-ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഫിക്റത്തുൻ റായിഅത്തുൻ, നല്ല ആശയം എന്നർത്ഥം വരുന്ന പാഠമാണ്. ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് ഇസ്തിഫാമിന്റെ അദവാത്തുകളെ കുറിച്ചാണ്, അഥവാ ചോദ്യങ്ങളായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. അറബിയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്, അതിൽ ഉപയോഗിക്കേണ്ട ഹർഫുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 2 കുട്ടികൾ പ്രാക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന അതിമനോഹരമായ ഒരു ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിക്കാം. സാലിമുൻ വ ഷാക്കിറുൻ അഖ്വാനി. സാലിം, ഷാക്കിർ 2 പേരും സഹോദരന്മാരാണ്. ഹുമാ യതഹാദസാനി, അവർ 2 പേരും സംസാരിക്കുന്നു. ഷാക്കിർ: മാദാ നഫ്അലുൽ യൗം, ഇന്ന് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? സാലിം: നൽഅബു ബികുറത്തിൽ ഖദം, നമുക്ക് ഫുട്ബോൾ കളിക്കാം. മാ റഅയുക, നിന്റെ അഭിപ്രായം എന്താണ്? ഷാക്കിർ: നഅം, അതെ. ലാക്കിൻ ഐനിൽ ഖുറ, പക്ഷേ എവിടെ, പന്തെവിടെ? സാലിം: ലാ അദിരി, എനിക്കറിയില്ല. മാദാ സനഫ്അലു, പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? ഷാക്കിർ: ഹൽ തുഹിബ്ബു ലുഅബത്തൻ അല ഇന്റർനെറ്റ്, ഓൺലൈൻ ഗെയിം നീ ഇഷ്ടപ്പെടുന്നോ? സാലിം: ലാ ലാ ഉഹിബ്ബുഹ, ഇല്ല, അതെനിക്കിഷ്ടല്ല. ഷാക്കിർ: ഹൽ തുഹിബ്ബു ഇത്ആമത്ത് തുയൂർ, എന്നാൽ നീ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നോ? സാലിം: നഅം നഅം, അതെ അതെ. ഹാദിഹി ഫിക്റത്തുൻ റായിഅത്തുൻ, ഇത് നല്ലൊരു ആശയമാണ്. കൈഫ നുത്ഇമു, എങ്ങനെ നമ്മൾ ഭക്ഷണം കൊടുക്കാം? ഷാക്കിർ: നൻഷുറു റുസ അലൽ അർളി, നമുക്ക് ഭൂമിയിൽ അരി വിതറാം. ഫതഅതി തുയൂർ, അപ്പോൾ പക്ഷികൾ വരും. സാലിം: മൻ യഅതി ബിറുസ്, ആരാണ് അരി കൊണ്ടുവരിക? ഷാക്കിർ: ഹയ്യാ, വരൂ. നഅതി ബിഇമാ, നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. വനുത്ഇമുഹ, എന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കാം. നോക്കൂ, മാദാ, മാ, നഅം, ഐന, ലാ, ഹൽ, കൈഫ, മൻ എന്നീ ചോദ്യചിഹ്നങ്ങളാണ് ഈ പാഠത്തിലൂടെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. മാദാ, എന്താണ്? മാ, എന്താണ്? നഅം, അതെ. ഐന, എവിടെ? ലാ, ഇല്ല. ഹൽ, ആണോ? കൈഫ, എങ്ങനെ? മൻ, ആരാണ്? അറബിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനുമുള്ള ചിഹ്നങ്ങളാണ്, അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഹർഫുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അവിടെ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കിടക്കാം. നസ്അലു വ നജീബു ജവാബൻ ആഖിർ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എക്സ്ട്രാ ഉദാഹരണം കണ്ടെത്താം, മറ്റൊരു ഉത്തരം കണ്ടെത്താം. മസ്മുക്ക, നിന്റെ പേരെന്താണ്? ഇസ്മി സുഫ്വാനുൻ, എൻ്റെ പേര് സുഫ്വാനാണ്. ഇനി ഉത്തരത്തിനോട് മറ്റൊരു ഉത്തരം കണ്ടെത്താം. ഇസ്മി ആദിലുൻ, എൻ്റെ പേര് ആദിലാണ്. മാദാ ഫി യദിക, എന്താണ് എൻ്റെ കയ്യിൽ? ഫി യദി കിതാബി, എൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമാണ്. മറ്റൊരു ഉദാഹരണം, മറ്റൊരു ഉത്തരം. ഫി യദി ഖലമി, എൻ്റെ കയ്യിൽ എൻ്റെ പേനയാണ്. ഐന മദ്രസത്തുക്കി, നിന്റെ മദ്രസ എവിടെ? മദ്രസത്തേ ഫിൽ മദീന, എൻ്റെ മദ്രസ പട്ടണത്തിലാണ്. മദ്രസത്തി ഫി ഖറിയത്തി, എൻ്റെ മദ്രസ ഗ്രാമത്തിലാണ്. ഹൽ തുഹിബ്ബുൽ ഖിറാഅ, നീ വായിക്കാൻ ഇഷ്ടപ്പെടുന്നോ? നഅം ഉഹിബ്ബുൽ ഖിറാഅ, അതെ, ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ലാ, ഇഷ്ടപ്പെടുന്നില്ല. ലാ, ഇല്ല. ലാ ഉഹിബ്ബുൽ ഖിറാഅ, വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹൽ ഇൻദക റായിഅത്ത്, ഹൽ ഇൻദക ദറാജത്തുൻ, നിന്റെ അടുത്ത് സൈക്കിൾ ഉണ്ടോ? ലാ ലൈസ ഇൻദി ദറാജത്തുൻ, ഇല്ല, എൻ്റെ അടുക്കൽ സൈക്കിൾ ഇല്ല. നഅം, അതെ. ഇന്ദി ദറാജത്തുൻ, എൻ്റെ അടുക്കൽ സൈക്കിൾ ഉണ്ട്.
കൈഫ ഹാലുക്കി, എന്തൊക്കെ വിശേഷണം? അൽഹംദുലില്ലാഹ് അന ഖൈർ, അൽഹംദുലില്ലാഹ് അന ബിഖൈർ, ബിഖൈരിൻ വൽഹംദുലില്ലാഹ് എന്നിങ്ങനെയും പറയാം. മൻ മഅക, നിന്റെ കൂടെ ആരുള്ളത്? മഅി അഖിൽ കബീർ, എൻ്റെ കൂടെ എൻ്റെ വലിയ സഹോദരനുണ്ട്. മഅി അഖി അസ്സഗീർ, എൻ്റെ കൂടെ ചെറിയ സഹോദരനുണ്ട് എന്നിങ്ങനെ വിട്ടുപോയ ഭാഗത്ത് മറ്റൊരു ഉത്തരം കൂടെ കണ്ടെത്തിയതുള്ളതാണ്. നോക്കൂ, നെക്സ്റ്റ് പേജിൽ നഖ്താറു നക്മിലു, ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യാനാണ്. ബ്രാക്കറ്റിൽ നിന്ന് ഒന്ന് ഡാഷ് എൽ അബു ബിൽ ഖുറ മാ മൻ മാറ, എന്താ അവിടെ മാച്ച്? മൻ മൻ എൽ അബു ബിൽ ഖുറത്തി, ആരാ ബോൾ കളിക്കുന്നത്? രണ്ടാമത്തത് ഡാഷ് തുഹിബ്ബു സിബാഹ, ഏതാ മാച്ച് ചെയ്യാ? ഹൽ തുഹിബ്ബു സിബാഹ, നീ നീന്തൽ ഇഷ്ടപ്പെടുന്നു. ഇനി ഡാഷ് ബൈത്തുക ഹൽ മൻ ഐന, ഏതാ? ഐന ഐന ബൈത്തുക, നിന്റെ വീട് എവിടെ? 4 ഡാഷ് ഫിൽ ഹഖീബത്തി ഐന മാദാ ഫി, എന്താണ് അടയ? മാദാ ഫിൽ ഹഖീബത്തി, നിന്റെ ബാഗിൽ എന്താണ്? മാദാ ഫിൽ ഹഖീബത്തി, എന്താണ് ബാഗിൽ? 5 ഡാഷ് തദ്ഹബു ഇല സൂഖി കൈഫ മാദാ ഫി, ഏതാണ് മാച്ച്? കൈഫ കൈഫ തദ്ഹബു ഇല സൂഖി, എങ്ങനെ അങ്ങാടിയിലേക്ക് പോവാ? 6 ഡാഷ് ഇസ്മു അബീക മാ മൻ ഐന, ഏതാണ്? മസ്മു അബീക, നിന്റെ ഉപ്പാന്റെ പേരെന്താണ്? ഇവിടെ മാച്ചായതാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി അടുത്തത് നസിൽ ബിൽ മുനാസിബി കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്ത പോലെ ചെയ്യാം, മാച്ച് ചെയ്യാം. വരച്ചിട്ട് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാനാണ്. മാത മാത തുക്തബു, മാത തക്തുബു, നീ എന്താണ് എഴുതുന്നത്? മാ മസ്മുക്ക, നിന്റെ പേരെന്ത്? കൈഫ ഹാലുക്കി, നിന്റെ അവസ്ഥ എന്താണ്? ഐന ബൈത്തുക്കും, നിങ്ങളെ വീടെവിടെ? മൻ ഉസ്താദുക്ക, നിന്റെ ഉസ്താദ് ആരാണ്? എന്നിങ്ങനെ എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാം. അടുത്തത് നഖറഉ വനസ്അലു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ചോദ്യം ഉണ്ടാക്കാനാണ്. ഉത്തരം തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. യഖറഉ സാലിമുൽ ഖുർആൻ, ഇതൊരു ഉത്തരാണ്. എങ്ങനെ ചോദിക്കാം? മൻ യഖറഉൽ ഖുർആൻ, ആരാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്? യഖറഉ സാലിമുൽ ഖുർആൻ, സാലിമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. നഅം സമീഅത്തുൽ അദാൻ, അതെ ഞാൻ ബാങ്ക് കേട്ടു. എങ്ങനെ ചോദിക്കാം? ഹൽ സമീഅത്തുൽ അദാന, നീ ബാങ്ക് കേട്ടോ? ഹഖീബത്തി അല ത്വാവില, എൻ്റെ ബാഗ് മേശപ്പുറത്താണ്. എങ്ങനെ ചോദിക്കാം? ഐന ഹഖീബത്തുക, നിന്റെ ബാഗ് എവിടെ? യൽഅബു സാലിമുൻ ബിൽ ഖുറ, സാലിം ബോൾ കളിക്കുന്നു. ഇതെങ്ങനെ ചോദിക്കാം? മൻ യൽഅബു ബിൽ ഖുറ, ആരാണ് ബോൾ കളിക്കുന്നത്? അൽഹംദുലില്ലാഹ് അന ബിഖൈർ, അൽഹംദുലില്ലാഹ് നല്ലതാണ്. എങ്ങനെ ചോദിക്കാം? കൈഫ ഹാലുക, നിന്റെ ഹാൽ എന്താണ്? നിന്റെ അവസ്ഥ എന്താണ്? ഇസ്മി ഖദീജ, എൻ്റെ പേര് ഖദീജ. ഏതെങ്ങനെ ചോദിക്കാം? മസ്മുക്കി, നിന്റെ പേരെന്താണ്? ലാ ലൈസ ഇൻദി ജവ്വാലുൻ, ഇല്ല എൻ്റെ അടുക്ക ഫോണില്ല, മൊബൈൽ ഫോണില്ല. എങ്ങനെ ചോദിക്കാം? ഹൽ ഇൻദക ജവ്വാലുൻ, നിന്റെ അടുക്കൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഇനി അടുത്തത് നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻ അദവാത്തിൽ ഇസ്തിഫാം വനഹ്ഫളു വനഖുത്തു തഹ്തഹു, താഴെ പറയുന്ന ആയത്തുകൾ പാരായണം ചെയ്തിട്ടതിലെ ഇസ്തിഫാമിന്റെ അദാത്തുകൾക്ക് ശേഷം അണ്ടർലൈൻ ചെയ്യാനാണ്. ചോദ്യചിഹ്നങ്ങൾക്ക് എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യാം. വമാ അദ്റാകമൽ ഹുത്തമ, എന്താണ് ഹുത്തമ എന്നുള്ളത്? ഇവിടെ മാ എന്നാണ് ചോദ്യം ഉപയോഗിച്ചിട്ടുള്ളത്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ഇവിടെ ഹൽ എന്നാണ് ചോദ്യം. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു, നിന്റെ അടുക്കൽ ആരാണ് ശുപാർശ ചെയ്യുന്നത്? ഇവിടെ മൻ എന്നാണ് ഇസ്തിഫാൻ അദവാത്ത്. യസ്അലൂനക മാദാ യുൻഫിഖു, എന്നോട് ചോദിക്കുന്നു നീ എന്ത് ചെലവഴിച്ചു? ഇവിടെ മാദാ എന്നാണ് ചോദ്യം ചിഹ്നം. ഐന ഷുറക്കാഅക്കുമിന്റെ കൂട്ടുകാർ എവിടെ? ഇവിടെ ഐന എന്നാണ് ഉള്ളത്.
ഇസ്തിഫാൻ അദവാത്ത്. കൈഫ തക്ഫറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെ അള്ളാഹ് നിഷേധിക്കുന്നത്? ഇവിടെ കൈഫ എന്നാണ് ഇസ്തിഫാമിന്റെ അദവാത്ത്. ഇനി അവസാനം ഹയ്യ നൻസഖ് അദവാത്തുൽ ഇസ്തിഫാം. ഇസ്തിഫാമിന്റെ അദാത്തുകൾ എന്ത് ചെയ്യുക? കോപ്പി ചെയ്യാണ്, വൃത്തിയിലെയ്ത. ഐന, മൻ, ഹൽ, കൈഫ, മാ, മാദ, മാദ വൃത്തിയിൽ എന്ത് ചെയ്യുക? എഴുതാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.